വ്ളോഗ് കോളേജിലെ ഓണം സെലിബ്രേഷന്റെ വ്ളോഗാണ്. ആൻഡ് ഞാനിന്ന് സെലിബ്രേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എണീറ്റിട്ട് എനിക്കൊന്ന് കുളിക്കണം, തലൊക്കെ കുളിച്ചൊന്ന് ഫ്രഷ് ആവാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേട്ടോ ഫസ്റ്റ് എണീറ്റത്. സോ ഞാൻ എണീറ്റപ്പോൾ തന്നെ എൻ്റെ റൂമിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ പരിപാടീസ് ഒക്കെ തുടങ്ങി. അപർണ വന്നിട്ടുണ്ടായിരുന്നു. അപർണ വന്നിട്ട് ഇത് അയൺ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ അപ്പോഴത്തേനും ഫ്രഷ് ആയി വന്നിട്ട് എനിക്ക് ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപൂർവൊക്കെ എണീറ്റിട്ട് ഇത് ഒരു പിടുത്തം കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കണ്ട, കിളി പോയാണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സമയം ഉണ്ടാവാത്തോണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തു. എന്റെ ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ ഡൺ. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതുണ്ട് എന്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. പിന്നെ ഞാൻ അതിന് ഈ ഒരു ബാംഗിൾസിന് പെയർ ചെയ്യാൻ പോകും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഏത് വയലറ്റ് കളർ ആണെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. സംഭവം ഞാൻ വാങ്ങിയത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗോൾഡ് ആണ് പെയർ ചെയ്ത് റെഡി ആയി കഴിഞ്ഞു. ഇനി കോളേജിൽ പോകും. മത്സരമൊക്കെ ഉണ്ട്. അപ്പൊ നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാ, പക്ഷെ നേരം വൈകി. ആൻഡ് ഗൈസ് ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഡ്രസ്സ് ആക്ച്വലി ധാവണി പോലെ സെറ്റ് ചെയ്യാനുണ്ടോ വെച്ചിരുന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു ഡ്രസ്സിന് അതിനെക്കാട്ടിലും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ഇങ്ങനെ സൈഡില് ഷോൾ ഇടണം. അതുകൊണ്ടുണ്ട് ഞാനിത് ഇങ്ങനെ ഇട്ടത്. പിന്നെ ഇവിടെ അപൂർവയുടെ ഫോട്ടോ എടുക്കാൻ നേരത്തെ അവളത് ഈ ഒരു കോപ്രായൊക്കെ ഇങ്ങനെ കാട്ടിയേക്കണേ. അത് വീഡിയോ ഉണ്ട് ആക്ച്വലി എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങള് കോളേജിലെത്തി. അപർണ ടൗൺ ക്യാമ്പസിലുണ്ട്. അപ്പൊ അവൾ അങ്ങോട്ട് പോയി. അപ്പൊ ഞങ്ങളുടെ ബ്ലോക്കേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ പൊട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് ഇട്ടോ ഇഷ്ടായോ? അങ്ങനെ അവിടെ എത്തിയപ്പോൾ നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഓണം വൈബ് അവിടെ കിട്ടിയായിരുന്നു. സീനിയേഴ്സ് ഒക്കെ അവരെ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഓണായിട്ട് എല്ലാരും ഓണാണ് ഗൈസ്, കണ്ടില്ലേ? പിന്നെ കോളേജിൽ കയറിയപ്പോ തന്നെ അതെ ഇവിടെ അടിപൊളിയായിട്ട് ഇവര് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ടൈറ്റില് ആർപ്പോ ഓണാവേശം എന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കോളേജിലേക്ക് നടന്നു വന്നപ്പോ ഇവിടെ ഗംഭീര ഫോട്ടോഷൂട്ട് ആയിരുന്നു ഗൈസ്. ഇവിടെ കേട്ടി കേട്ടോ ഫോട്ടോഗ്രാഫർ. ഞാൻ കേട്ടിനെയും പിടിച്ചിരുത്തിയിട്ട് എന്റെ കുറച്ച് ഫോട്ടോസും പിടിപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നാജി വിളിച്ചത് അവൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കോളേജിൽ കയറി. അപ്പതേ ജോസഫ് സാറൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ജോസഫ് സാറായിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മള് അത്തപ്പൂക്കളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു കേട്ടോ. അപ്പൊ ഇതേ മാവേലിയുടെ എൻട്രിയും പിന്നെ ശൃംഗാരിമേളൊക്കെ. ശൃംഗാരിമേളാണോ ഐ ഡോണ്ട് നോ, എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അങ്ങനെ ഗൈസ് മാവേലിനെ വെൽക്കം ചെയ്യാനായിട്ട് ഇതേ പിള്ളേര് എന്താണ് ഈ താലൊക്കെ പിടിച്ച് പോകണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ബാക്കി വീഡിയോസ് കാണാം. അങ്ങനെ ഗൈസ് മാവേലിയുടെ എൻട്രിയോടുകൂടി പിന്നെ ശൃംഗാരിമേളം സ്റ്റാർട്ട് ചെയ്തിട്ടാണ്.
അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കോളേജിലേക്ക് പോകുമ്പോണ്ട് ബോബി സാറുണ്ട് അവിടെ മിസ്സുമാർക്കൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്കൊന്നും എടുത്ത് തരില്ല, ബോബി സാറ് വീഡിയോ കണ്ടു. അങ്ങനെ അവിടെ എക്കുമ്പോൾ ഗൈസ് നിമിതയുടെ പാട്ടുണ്ടായിരുന്നേ. ഇതെന്റെ റൂംമേറ്റ് ആണ് കേട്ടോ. പിന്നെ അവിടെ കോളേജിൽ മറ്റേ മലയാളി മങ്ക അതിൻ്റെ ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കൂടെ ബ്ലസ്സിൻ്റെയും മാധവിൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അവര് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്ന്. ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണിച്ചു തരാം. പിന്നെ സാറ് ഇവിടെ ഉറി അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ കെട്ടിവെക്കുന്നുണ്ട്. ആൻഡ് ഗൈസ് പിന്നെ ഇവരുണ്ട ചെണ്ട കുട്ടിയ ടീംസ്. പിന്നെ ഞാൻ അതിൽ പോയപ്പോൾ അവരെയും കൂടി വീഡിയോസ് എടുത്ത് വെച്ച്. ആൻഡ് സോ ഗൈസ് അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. കോളേജിലെ ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരെയും സദ്യ കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഞാനും കൃഷ്ണയോട് പറഞ്ഞുകൊണ്ടിരിക്കണേ ഞങ്ങളെ ഡ്രസ്സിന്റെ കളറിനെ പറ്റിയിട്ടായിരുന്നു. അവൾ എന്റെ റൂംമേറ്റ് ആണ്. റൂമിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ ഞാൻ ഇത്രയും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോ കറക്റ്റ് കളർ ഡ്രസ്സിന്റെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അതും പറഞ്ഞു നിൽക്കായിരുന്നു. അങ്ങനെ അവിടെ എക്കുമ്പോട്ട് സദ്യ കൊടുക്കണ കാര്യം അനൗൺസ് ചെയ്തത്. പിന്നെ ഓടിപ്പോയിട്ട് ഞാൻ സദ്യ കഴിക്കാനിരുന്ന്. ഇന്ന് ഗൈസ് എല്ലാരും ഫുൾ ഓണായിരുന്നു കേട്ടോ. വിളമ്പുമ്പോ എല്ലാരും ഭയങ്കര ഉഷാറോട് കൂടിയിട്ട് നിന്ന് തന്നെ കേട്ടോ വിളമ്പണത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് സദ്യയിൽ ഇങ്ങനെ ഉപ്പ് വിളമ്പണ കാണുന്നത് കേട്ടോ. ആൻഡ് ഇന്ന് കാലത്തൊന്നും കഴിക്കാത്തോണ്ട് തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഉമ്മാരുടെ അടുത്തോടെ കറി കുറച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാരിക്കോരി കറിയൊക്കെ ഇടിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറെ കറികൾ ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ കാണാത്തയും കഴിക്കാത്തയും കുറെ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗ്രേപ്സ് കറിയൊക്കെ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഇത് ഞങ്ങളുടെ ഫെബിൻ സാറുണ്ടാ ഈ ചോറ് വിളമ്പണത്. ഫെബിൻ സാറൊക്കെ ഭയങ്കര ഓണാണ് ഗൈസ്. ഞാൻ ഫെബിൻ സാറിന്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ഇതിൽ ഇടാട്ടെ, എഡിറ്റ് ചെയ്തിട്ട് ഇതിലിടാം. ഫെബിൻ സാർ ഇവിടെ ചോറ് വിളമ്പിട്ട് അതേ സ്പീഡിൽ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കണ്ട, സാമ്പാറൊക്കെ ഒഴിച്ച്. അപ്പൊ ഞാൻ കഴിക്കാനിരിക്കുമ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ചോടി ഉണ്ട് അനുരാജ് സാർ ഇവിടെ ഇന്ന് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട. എന്തിപ്പോ ഇവള് കാണിക്കണെന്നായിരിക്കില്ലേ അങ്ങോട്ട് മെയിനില്. ഈ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അവിടെ കിടന്ന് വിശക്കണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വേഗം കയറ്റി ഇരുത്തിയാണ്. ആലോചിച്ചിട്ടുണ്ട് എത്രയും വിശപ്പുള്ള ആളിന് ഇവിടെ നിന്ന് വീഡിയോ എടുക്കണേ. പിന്നെ ഗൈസ് നമ്മള് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഫുൾ ഓണായിരുന്നിട്ട് അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് പിള്ളേരെ അടി കുറച്ച് പേര് ഡാൻസ് കളിക്കണി, കുറച്ച് പേര് സദ്യ കഴിക്കുമ്പോൾ ഡാൻസ് കളിക്കണി. അങ്ങനെ ഫുള്ള് സെറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഓണം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. പകുതി എത്തിയപ്പോഴത്തേനും സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ കൂടി അടിയായിട്ട് നമ്മളെല്ലാവരെയും വീട്ടിൽ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഇതുവരെയായിട്ടും ഒരു കുഴപ്പമൊന്നുമില്ല. ഗൈസ് ഓണസദ്യ സെറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിക്കാത്ത കറികളൊക്കെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പായസവും പപ്പടവും പഴവും കൂട്ടിയിട്ട് കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതും ഞാൻ ഫസ്റ്റ് ടൈമിന് ഞാൻ അങ്ങനെ കഴിക്കണം. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓണസദ്യ സീനായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഇത്ര നാള് ഓണം കൂടിയിട്ട് സദ്യ കഴിക്കുമ്പോ ഒക്കെ ഭയങ്കര ഷോക്കായിട്ടുള്ള സദ്യയാണ് കഴിച്ചുകൊണ്ടിരുന്നത്, സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും. പക്ഷെ ഇപ്രാവശ്യത്തെ സദ്യ നൈസായിരുന്നു. അങ്ങനെ പിന്നെ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് എൻ്റെ പൊന്നെ എനിക്കാണെങ്കിൽ സദ്യ കഴിച്ചിട്ട് ആകെ ഇടങ്ങറായി പോയി. എനിക്കാണെങ്കിൽ അനങ്ങാനും പറ്റുള്ള ഇരിക്കാനും പറ്റുള്ള ഒന്ന് കിടന്നാൽ മതിയെന്നായി. പിന്നെ നമ്മൾ ഡാൻസിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പോയി. അങ്ങനെ കുറെ നേരം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കേട്ടാ സാറ് വന്നിട്ട് പറഞ്ഞ ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡാൻസ് ക്യാൻസൽ ചെയ്യാന്നുള്ള കാര്യം. എനിക്കാണെങ്കിൽ സന്തോഷമായിട്ട്. എനിക്കാണെങ്കിൽ ഡാൻസ് കറക്റ്റായിട്ടൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമമായി. കാരണം അവർ ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തപ്പോൾ വിഷമമായിട്ട് അവർക്കൊക്കെ. പിന്നെ ആഫ്റ്റർനൂൺ കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പൊ ഇട്ടുതരാട്ടെ. ഞാൻ കുറെ വീഡിയോ ക്ലിപ്സ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. കുറെ പരിപാടി ഉണ്ടായിരുന്നു. മറ്റേ ചാക്കിലോട്ടം, പിന്നെ എന്തിനു കുപ്പിയിൽ വെള്ളം നിറക്കല്, ഇതൊക്കെ കുപ്പി വെള്ളം നിറക്കാനായിട്ട് മുണ്ടുമ്പൊക്കെ പിടിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഗെയിംസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ തിരുവാതിരയും റാംബാക്കും പിന്നെ വടംവലിയൊക്കെ ആയിരുന്നു കേട്ടോ.
വടംവലി ആയിരുന്നു കേട്ടോ. വടംവലിയോടുകൂടി നമ്മുടെ പരിപാടി കഴിയാണ് ചെയ്തത്. ഗൈസ് ഫെബിൻ സാറാണ് ഇവിടെ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഫെബിൻ സാറിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ പറഞ്ഞാലും സാറിനെ കാണാനില്ല. കണ്ടല്ലേ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഫെബിൻ സാർ. പിന്നെ വടംവലിയാണ് കേട്ടോ ഗൈസ് സ്റ്റാർട്ട് ചെയ്തത്. വടംവലി സീനായിരുന്നു. വടംവലി സീനായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വാശിയോടുകൂടിയാണ് കേട്ടോ കളിച്ചത്. വടംവലി പിന്നെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഈസായിട്ട് അവിടുന്ന് മുങ്ങി. പിന്നെ ഞങ്ങൾക്ക് വടം വലിക്കേണ്ട വന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ടൈം ഉണ്ടായിരുന്നില്ല. വടം വലിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ലേറ്റ് ആയി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ബൈ.